മമ്മൂട്ടി, മോഹൻലാൽ ഈ രണ്ടുപേരും മലയാളത്തിന്റെ മാണിക്യങ്ങളാണ്, മുത്തുകളാണ്. കാരണം ഇവര് കഴിഞ്ഞ 10, 45, 50 കൊല്ലം കൊണ്ട് മലയാള സിനിമയിൽ അഭിനയത്തിന്റെ ആയാലും ബോക്സ് ഓഫീസിന്റെ ആയാലും പല രീതിയിലുള്ള റെക്കോർഡുകളും പതിപ്പിച്ചവരുമാണ്. പക്ഷേ ഇവർ രണ്ടുപേരെയും കുറിച്ചും പറയുമ്പം ഒരാള് ബോക്സ് ഓഫീസിന്റെ 100 കോടി പോലും നേടിയിട്ടില്ല, ഒരാള് 200 കോടി കളക്ഷൻ നേടി എന്ന് പറയുമ്പം ഒരു സ്റ്റാർഡും ഇല്ലാത്ത കല്യാണി പ്രിയദർശൻ 300 കോടി നേടിയ മലയാള സിനിമയാണെന്ന് ആലോചിക്കണേ, പ്രത്യേകിച്ചും 2025. ഇപ്പോ ഏറ്റവും പുത്തനായിട്ട് കണ്ടുവന്നൊരു പ്രതിഭാസം കളങ്കാവൽ എന്ന് പറഞ്ഞ വലിയ കൊമേഴ്ഷ്യൽ വാല്യൂ ഒന്നുമില്ലാത്ത സിനിമ. വലിയ കൊമേഴ്ഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റണ്ടോ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ വലിയ ഞെരുപ്പ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരുപാട് രീതിയിൽ ട്രെൻഡ് സെക്ടറായി. എൻ്റെ പുകയും മമ്മൂട്ടിയുടെ സിഗരറ്റ് വലിയ അതിനകത്ത് ചെറിയ ചെറിയ പാട്ടൊന്നും വലിയ സംഭവമായിട്ട് സിനിമയ്ക്കകത്തില്ല. പക്ഷെ അതൊക്കെ ട്രെൻഡ് സെക്ടർ ആകുകയും ഒട്ടും കൊമേഴ്ഷ്യൽ വാല്യൂ ഇല്ലാത്ത സിനിമ ആദ്യത്തെ ദിവസം 15.5 കോടി രൂപ കളക്ഷൻ നേടുകയും രണ്ടാമത്തെ ദിവസം വേൾഡ് വൈഡ് ആണ് 31.5 കോടി രൂപയോളം വേൾഡ് വൈഡ് കളക്ഷൻ നേടുകയും ചെയ്തു. മമ്മൂട്ടിക്ക് ഈ കളക്ഷൻ, മമ്മൂട്ടിക്ക് എവിടെ പ്രേക്ഷകൻ, മമ്മൂട്ടി ഈ ഓഫ് ബീറ്റ് പോലൊരു സിനിമ അത് നേടിയപ്പം മോഹൻലാലും ദിലീപും ഒന്നിച്ച, അല്ലെങ്കിൽ ദിലീപിന്റെ കൂട്ടത്തിൽ മോഹൻലാൽ ഒന്നിക്കെന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു ഹൈപ്പ് ഈ അടുത്തിടയിൽ മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല. അത്രയും ഹൈപ്പോട് കൊണ്ടു വന്നൊരു സിനിമ ബബ്ബ വേൾഡ് വൈഡ് ആദ്യത്തെ ദിവസം 15 കോടിക്ക് അടുത്തും 2 ദിവസം പിന്നിടുമ്പം ട്രാക്കേഴ്സ് അനുസരിച്ചാണ്, ഇനി ഒരു കൂട്ടുപോകുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ 25-നും 28 കോടിക്ക് ഇടയിലേ കളക്ഷൻ വന്നിട്ടുള്ളൂ വേൾഡ് വൈഡ് 2 ദിവസം ഇന്ന് തീരുമ്പോൾ. അന്നൊരു 31.5 കോടി എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ മമ്മൂട്ടിയുടെ വെച്ചിട്ടുണ്ട്. അതും ഈ വലിയ കൊമേഴ്ഷ്യൽ വാല്യൂ ഇല്ലാത്ത പടമെന്ന് ഓർക്കണം. മമ്മൂട്ടി കട്ട വില്ലനായിട്ടുള്ള നായകനുമല്ല, കട്ട വില്ലനായിട്ടുള്ള സിനിമയാണെന്ന് ഓർമ്മിക്കണം. അന്നേരം ഒരാളെയും നമുക്ക് താഴ്ത്തി കെട്ടാൻ പറ്റത്തില്ല. അത് മമ്മൂട്ടി ആയിക്കോട്ടെ, മോഹൻലാൽ ഇപ്പൊ ഈ 2025 മുമ്പേ എത്ര പടക്കങ്ങൾ, ബോംബുകൾ, അല്ലെ ചറപറ എന്തും വേണ്ടി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ചറപറ പൊട്ടിച്ചിട്ട് 2025 അദ്ദേഹം സ്വന്തം വർഷമാക്കി മാറ്റി. എമ്പുരാനും തുടരും ഹൃദയം തൊട്ടതെല്ലാം പൊന്നാക്കി. ബബ്ബയിൽ ഒരു കോമാളി വേഷം ചെയ്തു എന്നുള്ള ഒഴിച്ചാൽ അത് പക്ഷേ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാതെയുണ്ട്. 2 രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇനി ഋഷഭ ഇറങ്ങാനുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ വർഷമായി മാറ്റി 2025 പൂർണ്ണമായും മോഹൻലാലിന്റെ വർഷം. അവരെ എങ്ങനെ എഴുതി തള്ളാൻ പറ്റും? ഇവർ രണ്ടുപേരും 2 രീതിയിൽ സഞ്ചരിക്കുന്നു. ഒരാൾ അഭിനയത്തിന്റെ എന്തൊക്കെ സൂക്ഷ്മതയുണ്ടോ, ഏതൊക്കെ ഇനി എനിക്ക് റോൾ ചെയ്യണം അത് കൊതിയോടുകൂടി ആർത്തിയോടുകൂടി ചെയ്യുന്നു. മറ്റേ ആള് ബോക്സ് ഓഫീസിന്റെ വിജയം കണ്ടെത്തുന്നു. ഒരുപക്ഷെ അടുത്ത വർഷങ്ങളിലൊക്കെ മമ്മൂട്ടിയുടെ ബോക്സ് ഓഫീസിന്റെ നല്ല റെക്കോർഡ് ഇടാനുള്ള സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതുകൂടാണെങ്കിൽ മമ്മൂട്ടി 2 രീതിയിലും വരും. മോഹൻലാൽ അഭിനയ സാധ്യതയുള്ള സിനിമ ഇപ്പുറത്തും ചെയ്താൽ അടിപൊളിയാണ്. കളങ്കാവൽ ഫൈനൽ കളക്ഷൻ തൂക്കാനും ചിലപ്പം ബബ്ബയ്ക്ക് സാധിക്കുമോ എന്നറിയത്തില്ല. ക്രിസ്മസ് വെക്കേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ ദിവസവും കളക്ഷൻ ഡ്രോപ്പ് ആവുകയാണ്. ഇന്നലത്തെ കളക്ഷൻ ഇന്നില്ലാത്ത സ്ഥിതിക്ക് പാടായിരിക്കും. എന്തായാലും ഇതുവരെയും കളങ്കാവൽ തന്നെയാണ് ബബ്ബയ്ക്കാട്ടിൽ മുമ്പിൽ.